കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വാർത്ത കണ്ടു. ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത ഒരു ഗർഭിണിയായ സ്ത്രീയെക്കുറിച്ച്. എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഹസ്ബൻഡ് തയ്യാറല്ല, എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഉമ്മയും ഉപ്പയും തയ്യാറല്ല, എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി തയ്യാറല്ല, ആരും എൻ്റെ കൂടെയില്ല. ഈ ഒരു തോന്നൽ ഒരാൾക്ക് ഉണ്ടാകാൻ പോകുന്ന ആഘാതം ചെറുതല്ല. ആ ഒരു മൊമെന്റിലെ ചിന്താഗതിയാണ് സൂയിസൈഡിലേക്ക് എത്തിക്കുന്നത്. എന്നെ ഒന്ന് കേൾക്കാൻ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ എൻ്റെ പാരൻസ് പോലും തയ്യാറായില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി എനിക്ക് ഓപ്പോസിറ്റ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അതുപോലെ. ഇനി ഇതെല്ലാം ഞാൻ എൻ്റെ വേദന എൻ്റെ പാരൻസിനോട് പറയുമ്പോൾ അവരും എന്നെ തള്ളുക. ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ അങ്ങേ അറ്റത്തൊരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു മൊമെന്റിലെ ചിന്താഗതി ചില ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ എന്തിനും എന്നെ ആരും മനസ്സിലാക്കാൻ എന്നെ ആരുമില്ല, എന്നെ അംഗീകരിക്കാൻ ആരുമില്ല. ആ തോന്നലുണ്ടാക്കുന്ന മുറിവ് അത് ഭയങ്കര മുറിവാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, അവരെ കേൾക്കുക, മനസ്സിലാക്കുക. ആരല്ല, ഞങ്ങൾ കൂടെ ഉണ്ട്, നീ പേടിക്കണം. 1-2 ഇഷ്യൂസൊക്കെ എല്ലായിടത്തും ഉണ്ടാകും. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ ഇഷ്യൂസ് മോൾക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവളെ നല്ല നിലക്ക് തിരിച്ചു വീട്ടിൽ കൊണ്ടുവരിക, നല്ല നിലക്ക് സംസാരിച്ച് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക.